ഇതാണ് എൻ്റെ AI ഗേൾഫ്രണ്ട്. ChatGPT ജനറേറ്റ് ചെയ്ത ഈ ഒരു ഇമേജിലുള്ള ആള് റിയൽ ലൈഫിൽ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ പബ്ലിക്കിലേക്ക് ഇറങ്ങി എൻ്റെ AI ഗേൾഫ്രണ്ടിനെ തപ്പി കണ്ടുപിടിക്കാൻ പോവാണ്. അമ്മ ഇവിടെ ഇതിനകത്ത് ആരെങ്കിലും ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ഈ കൊച്ചു കണ്ട ഓർമ്മ ഇനി എങ്ങാനും കാണാൻ പറ്റിയാല് ഞാൻ എന്തു പറയും? പ്രപ്പോസ് ചെയ്യട്ടെ? എന്റെ കയ്യിൽ ഇതുപോലത്തെ 5 AI ജനറേറ്റഡ് ഇമേജസ് ഉണ്ട്. ഇവർക്ക് ശരിക്കും റിയൽ ലൈഫിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പബ്ലിക്കിലേക്ക് ഇറങ്ങുവാണ്. ഇൻ കേസ് ഒരാളെ കണ്ടുപിടിക്കുവാണെങ്കിൽ അയാൾക്ക് ഞാൻ 1000 രൂപ ക്യാഷ് പ്രൈസും കൊടുക്കും. എന്നാലും ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? സ്പോയിലർ, ഞാൻ ടോട്ടല് 4 പേരെ കണ്ടുപിടിച്ചു. അതിലൊരാള് ഒരു സിനിമാ നടനാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഞാൻ തരാൻ പോകുന്നത് ഈ ഒരു ഇമേജ് ആണ്. അതിന് ഞാൻ നേരെ പോയത് കൊച്ചി മറൈൻ ഡ്രൈവിലേക്കാണ്. കാരണം ഇവിടെയാണ് കൊച്ചിയിൽ അറ്റ് എ ടൈം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഫസ്റ്റ് അപ്രോച്ചിൽ ഞാൻ അവിടെ ഇരുന്ന കുറച്ച് ചേട്ടന്മാരോട് ഈ ഫോട്ടോയിലുള്ള ആളെ അറിയാവോന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ ഒരു 5-6 ഫോട്ടോസ് ഉണ്ട്. ഇതിനകത്ത് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയാം. ഇത് ഞാൻ കെട്ടാൻ പോകുന്ന കൊച്ച. പിന്നെ ഞാൻ കുറെ പേരെ ഫോട്ടോ കാണിച്ചെങ്കിലും അവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇവിടെ ഇതുപോലത്തെ ഒരാളെ കണ്ടുപിടിച്ച് വരുവാണെങ്കിൽ ചേട്ടൻ ഞാൻ 500 രൂപ വരും. ഇഫ് യു ഫൈൻഡ് മീ വൺ നൗ ഐ വിൽ ഗീവ് യു 500 rupees. No, I can't see anywhere in the roads, but I didn't ചേച്ചിയെ കണ്ടിട്ടുണ്ടോ? ഉറപ്പാണോ? ഓക്കെ. അതായത് ഇത് നിന്റെ കൂട്ടുകാരനാണോ? ഉറപ്പാണോ? ഓക്കെ. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഞാൻ നെഗറ്റീവായി. മാത്രമല്ല എൻ്റെ ജാതകത്തിൽ ഇപ്പൊ ടൈം കുറച്ച് മോശമാണ്. പക്ഷെ അപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് ഒരാൾ ദൈവത്തെ പോലെ വന്നത്. കൈ നോക്കി ഫ്യൂച്ചർ പറയുന്ന ഒരമ്മൂമ്മ. അമ്മ ഇവിടെ ഇതിനകത്ത് ആരെങ്കിലും ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ഈ പെങ്കൊച്ചില്ലേ? ഈ കൊച്ചു കണ്ട ഓർമ്മ ഇതോ? എവിടെ? ഇപ്പൊ കണ്ടുപിടിച്ച 1000 രൂപ തരാം. ഇന്നല്ല, ആ, ഒരാഴ്ചക്കായല്ലോ. ഇവിടെ കണ്ടിട്ടുണ്ടോ? ചേട്ടാ ഞാൻ കുറച്ച് ലേറ്റ് ആയല്ലോ. ഇത് ഞാനേ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാക്കിയതാ. കമ്പ്യൂട്ടറിനകത്ത് ജാതകം നോക്കിയപ്പോഴേക്കും കമ്പ്യൂട്ടർ പറഞ്ഞു ഇതാണ് നിന്റെ പെണ്ണെന്ന്. നല്ല പെണ്ണ. എങ്ങനെയുണ്ട്? സൂപ്പർ. അന്ന് പേരെന്താ പറഞ്ഞേ? പേര് ഞാൻ ചോദിച്ചില്ല കേട്ടാ, ചോദിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ചോദിക്കണം. ഇഷ്ടപ്പെട്ട പെണ്ണാണല്ലേ? ഇത് എന്റെ ഗേൾ ഫ്രണ്ടാണ്. നല്ലതാ. ഞങ്ങൾ തമ്മിൽ എങ്ങനെയുണ്ട് ചേർച്ച? നല്ല ചേർച്ച. അതെല്ലേ? നീ ആളുകൾ ഞാൻ അങ്ങനെ അമ്മുമ്മ തന്ന മോട്ടിവേഷനിൽ നിന്ന് എനിക്ക് എവിടുന്നോ കുറെ ഹോപ്പ് കിട്ടി. അങ്ങനെ പിന്നെ ഞാൻ ആളെ തപ്പിയിറങ്ങി. കുറെ നേരം ഒരു CCTV പോലെ ആളുകളെ സ്കാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് കുറച്ച് പിള്ളേര് എൻ്റെ അടുത്തേക്ക് വന്നത്. ഇവരാണ് ഇന്നത്തെ റിയൽ ഗെയിം ചേഞ്ചർ. കാരണം അതിലൊരാള് എൻ്റെ AI അനിയനാണ്. ഇതിനകത്ത് ആരെങ്കിലും നിങ്ങൾ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ 1000 രൂപ തരാം. കണ്ടിട്ടില്ല? ഇയാളെയോ? നിങ്ങളാരും ഷേപ്പുണ്ടോടാ? ചെറിയ കഴിഞ്ഞ വർഷം വന്നപ്പോൾ 500 പേരെന്താ? നിശാൽ. അടിപൊളി. ഒരു 500 രൂപ കൊടുക്കാം അല്ലേ? 1000 ആയിക്കോട്ടെ. ആ ഒറ്റയാളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആളെ കണ്ടുപിടിച്ചു. കാരണം ഏകദേശം സെയിം ഫേസ്, സെയിം ചിരി. 1000 രൂപ ക്യാഷ് പ്രൈസും കൊടുത്തു. ഇട്ടിട്ടുണ്ട്. ChatGPT വെച്ച് ചെക്ക് ചെയ്തപ്പം 70% മാച്ചും കാണിച്ചു. ഇതാണ് എൻ്റെ AI അനിയൻ. പെട്ടെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം അവരെന്നോട് പറഞ്ഞു. എവിടെ വെച്ചിട്ടുണ്ട്? അവിടെ ഡ്രോയിങ് ഇല്ല. ചേട്ടൻ വരച്ചോണ്ടിരിക്കും. ഈ ഫോട്ടോയിലുള്ള സെയിം കുട്ടിയെ അവര് തൊട്ടപ്പുറത്ത് കണ്ടെന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഈ കണ്ണ് വരച്ചോണ്ട് ഈ കണ്ണുമൊക്കെ എത്തിയപ്പോൾ ഞാൻ പോയി. കണ്ണു മാത്രമേ വരച്ചിട്ടുള്ളൂ. ഒരു കണ്ണ് വരച്ചു. ഞങ്ങൾ ഫുഡ് ബോട്ടിലല്ലോ, ഒരു ബോട്ടിൽ പോയി. അന്നിരുന്നെങ്കിൽ നിനക്ക് 1000 രൂപയും എനിക്കൊരു ജീവിതം കിട്ടിയാണ്. ഈ പോർട്രേറ്റ് വരയ്ക്കുന്ന ചേട്ടന്റെ അടുത്താണ് ഇവര് ആ കുട്ടിയെ കണ്ടത്. പക്ഷെ ഞാൻ വിചാരിച്ചത് പിള്ളേരെന്നെ പറ്റിക്കാൻ പറയുമായിരിക്കും എന്നാണ്. സംശയം മാറ്റാൻ ഞാൻ ചേട്ടനോട് തന്നെ ചോദിച്ചു. ചേട്ടൻ ഇപ്പൊ വരച്ചായിരുന്നു ഈ ഫോട്ടോ? അതെ, ജസ്റ്റ് മിസ്. പക്ഷെ ഇതൊരു പോസിറ്റീവ് സൈനാണ്. കാരണം ഇത് 2ാമത്തെ ആളാണ് എനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് തരുന്നത്. ആ അറ്റംപ്റ്റിൽ ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത സെക്കൻഡിൽ തന്നെ ഞങ്ങൾ 2ാമത്തെ ആളെ കണ്ടുപിടിച്ചു.
നോക്കിയേ ഒരു 50% ഉണ്ടല്ലേ? അല്ല, ഞാനിത് കണ്ടുപിടിക്കുന്ന ആൾക്ക് 1000 രൂപ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാ. ഈ ഫോട്ടോയിലുള്ള ആൾ ഇട്ടേക്കുന്ന ഏകദേശം സെയിം ഷർട്ടാണ് ഈ ചേട്ടനും ഇട്ടേക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായത്. കണ്ടുപിടിക്കുന്ന ആൾക്കല്ല, കണ്ടുപിടിച്ച ആൾക്കാ കൊടുക്കുന്നേ. അപ്പൊ പുള്ളിക്കല്ലേ പൈസ പോവാ. നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഈ ഫോട്ടോയിലുള്ള ക്യാരക്ടറിനാണ്. പക്ഷെ പിള്ളേര് വിചാരിച്ചത് ഫുൾ പ്രൈസ് അവർക്ക് കിട്ടുമെന്നാണ്. പുള്ളിക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു ഡീലിലെത്തി. 50-50 എടുക്കാം. 500 വന്ന് ഞാൻ സംഭവിക്കും. 500 രൂപ ചേട്ടൻ റെഡി ആണെങ്കിൽ 500 രൂപ ഞാൻ ചേട്ടൻ തരാം. 500 രൂപ കുമാർക്ക് കൊടുക്കാം. സമ്മതിക്കട്ടെ, 500 രൂപ തരാം. നമ്മളിങ്ങനെ രണ്ടാമത്തെ ആളെ കണ്ടുപിടിച്ച് കിട്ടി. ഗൂഗിൾ പേ കാണിക്കോ? സീരിയസ്ലി? ആ, സീരിയസ്. അങ്ങനെ ആ ചേട്ടന് ക്യാഷ് പ്രൈസ് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ ഹാപ്പി ന്യൂസ് കേട്ടത്. എൻ്റെ ഗേൾഫ്രണ്ട് എൻ്റെ തൊട്ടു പുറകിലുണ്ടെന്ന്. ഈ ഫോട്ടോയിലുള്ള ആളെ ഞാനിന്ന് റിയൽ ലൈഫിൽ കാണാൻ പോവാണ്. Have you ever been in love? Have you ever lost your head? Have you felt like you were out of breath when you saw her in that dress? ഇത് ശരിക്കും എൻ്റെ ഗേൾഫ്രണ്ട് ആണ്. ഫൈനലി ഞാൻ കണ്ടുപിടിച്ചു. That's how you know you've been in love. ചേട്ടാ, ഇത് സിമിലർ ആണോ ഫോട്ടോ? എനിക്ക് തോന്നുന്നില്ല. സിമിലർ ആണോ? ഇതിനെ ശരിക്കും ഗേൾഫ്രണ്ട് കണ്ടുപിടിച്ചിട്ടൊന്നും പറയാനില്ലേ? പ്രപ്പോസ് ചെയ്യട്ടെ? That's how you know you've been in love. പ്രേമത്തിന് കണ്ണും മൂക്കില്ലെന്ന് പറയുന്നത് വെറുതെ അല്ലേ? ഇത് ശരിക്കും ഒരു AI സീരീസ് പോലെയാണ്. നമ്മൾ AI ജനറേറ്റഡ് ഇമേജസ് ചെയ്യും. ശരിക്കും ഒരു കുറെ ബില്യൺ ഡേറ്റാസ് ഒക്കെ വെച്ചല്ലേ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അറിയാം. ഇതിനൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്. പക്ഷെ എൻ്റെ ഗേൾഫ്രണ്ടിന് ഒരു റിയൽ ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലോ? കുഴപ്പമില്ല, AI is unlimited. ഞാൻ വേറെ ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ പോവാ. ഇതൊരു റിയൽ ലൈഫ് സീനൊന്നും അല്ല. റിയൽ ലൈഫിൽ ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ. ഇത് ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രമാണ്. ഇനി അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. അങ്ങനെ നമ്മൾ ടോട്ടൽ 3 പേരെ കണ്ടുപിടിച്ചു. ഇനി ലിസ്റ്റിൽ ബാക്കിയുള്ളത് 3 പേരാണ്. അങ്ങനെ അവരെ 3 പേരെ തപ്പി ഇറങ്ങിയപ്പം ഒരാൾക്കൂട്ടം എൻ്റെ ചുറ്റും കൂടി. എല്ലാവരും എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ്. കുറെ പേര് ഫോട്ടോ ഒക്കെ എടുത്തു. പെട്ടെന്ന് എനിക്ക് പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ വന്നു. ഏകദേശം 2 വർഷം മുമ്പ് വെറും 10 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ ഈ സെയിം മറൈൻ ഡ്രൈവിൽ വന്നത്. പക്ഷെ ഇന്ന് ലൈഫൊക്കെ ഒരുപാട് മാറി. ഒത്തിരി ആഗ്രഹിച്ചാൽ എല്ലാം നടക്കും. ഓക്കെ, ബാക്ക് ടു ഇൻവെസ്റ്റിഗേഷൻ. മറൈൻ ഡ്രൈവിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നാണ്. ഇപ്പൊ എൻ്റെ കൂടെ സ്ക്വാഡ്. അടുത്ത 3 പേരെ തപ്പി ഇറങ്ങിയപ്പോ തന്നെ ഒരാളെ കണ്ടുപിടിച്ചു. ചിലപ്പോ ഏറ്റവും കൂടുതൽ മാച്ച് തോന്നിയത് ഇതായിരിക്കും. ശരിയാണോ? സിമിലർ ആണോ? ചേച്ചി ഒന്ന് നോക്കിയേ. രണ്ടുപേരും ഷേപ്പ് ഈ ഫോട്ടോയിലുള്ള ഒരാളെ പോലും നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചല്ല. എന്റെ ചാനൽ പവർ സ്റ്റെല്ലാർ. ഇതൊരു AI ജനറേറ്റഡ് ഇമേജാ. അപ്പം ഇത് റിയൽ ലൈഫിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അപ്പൊ ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ കൈ നോക്കിയ അമ്മ പറഞ്ഞത് ഓർത്തത്. സീരിയൽ കണ്ടിട്ടുണ്ടോ? ഈ ചേട്ടനെ ഏതോ സിനിമയില് കണ്ടിട്ടുണ്ടെന്ന്. എന്നാലും അതാരായിരിക്കും? ഒരു സിനിമാ നടനാണെങ്കിൽ നേരിട്ട് കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? പക്ഷെ ഫൈനലി ഞാൻ ആളെ കണ്ടു. ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ഫ്രണ്ട്സ് ആണ് എനിക്ക് ഡീറ്റെയിൽസ് തന്നത്. അങ്ങനെ ആളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ആലപ്പുഴയ്ക്ക് പോയി. ഞാനങ്ങനെ ആലപ്പുഴ വരെ വന്നിരിക്കുകയാണ് ഈ ഒരു ചേട്ടനെ തപ്പി. കാരണം നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ പറഞ്ഞു ഈ ചേട്ടൻ ഈ ആലപ്പുഴ ഈ ജംഗ്ഷനിൽ എവിടെയോ ഒരു കട നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു സിനിമാ നടനാണ് ഈ ചേട്ടൻ. ഞാൻ നോക്കുമ്പോ ഒരു ചെറിയ കടയിൽ ആ ചേട്ടനെ കണ്ടു. ചേട്ടാ, ഹലോ, നമസ്കാരം. ഞാൻ
ഈ ചേട്ടനെ തപ്പി ഇറങ്ങിയാണ്. ചേട്ടൻ്റെ ഏകദേശം ഷേപ്പ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞ്. ഫൈനലി നമ്മളങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ചേട്ടാ ഈ ചേട്ടനെ തപ്പി ഇറങ്ങിയതാണ്. ഞാനിപ്പോ വന്നിരിക്കുന്ന ചേട്ടൻ്റെ ഫ്രണ്ടില്ല, കട്ടിയുണ്ടെന്നുള്ളൂ. ചേട്ടന് കുറച്ച് മുടിയും കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. മുടി ഇതുപോലെ തന്നെ ആയിരുന്നു, റൗണ്ട് ആയിരുന്നു. ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ ചെയ്തായിരുന്നു, അപ്പൊ അതിന് വേണ്ടി ഇച്ചിരി ആളൊരു സിനിമ നടനാണ് കേട്ടോ. നമ്മള് പണ്ട് അത്ഭുത ദ്വീപ് കണ്ടിട്ടില്ലേ, അതിനകത്തെ അഭിനയിച്ച ഒരു ചേട്ടനാണ് നമ്മുടെ സ്വന്തം അറുപൻ ചേട്ടൻ. കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനും മോന്റെ വീഡിയോ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട്. ഇനി ഇതിന് ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പൊ കണ്ടുപിടിക്കുവാണെങ്കിൽ ഞാൻ അവർക്ക് 1000 രൂപ കൊടുക്കാന്നാ പറഞ്ഞത്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. കാര്യമാണ്. ചേട്ടൻ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ചെരുപ്പും ബാഗിന്റെ ഒക്കെ റിപ്പയറിംഗ് ഉണ്ട്. ചെരുപ്പ് പിന്നെ ഇതിനിടയ്ക്കാണ് സിനിമയിലൊക്കെ പോയി അഭിനയിക്കുന്നത്. അതെ. വേറൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തുവാ? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ആളല്ല. എന്നാലും പിന്നെ ഇപ്പോൾ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തുക, നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ്. പിന്നെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു ആഗ്രഹം സിനിമ ഉണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു സിനിമ പിടിക്കുവാണെങ്കിൽ ചേട്ടനെ ഉണ്ടായിരിക്കും. സിനിമയുടെ വർക്കില്ലാത്തപ്പം ചേട്ടൻ ആലപ്പുഴയിലെ ഈ ചെറിയ കടയിലുണ്ടാവും. അത് കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു. AI ജനറേറ്റ് ചെയ്ത ഫോട്ടോയിലെ 5 പേരെ ഞാൻ ഇന്ന് നേരിട്ട് കണ്ടു. ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അമ്മൂമ്മയോട് ചോദിക്കാം, അമ്മച്ചി ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചുമ്മാ ഇരിക്കല്ലേ ഇവിടെ? ഇഷാൻ ശ്രേയസോ? ഓ, അടിപൊളിയാണല്ലോ പേര്. എന്ത് കണ്ടിട്ടുണ്ട്? ഓ, അടിപൊളി. ഇത് കണ്ട എന്റെ RIP എന്ന് പറയോ? എവിടെ ഓട്ടം? ഓട്ട കണ്ടില്ലേ? കയ്യിൽ പൈസ ഒന്നും വെച്ചിട്ടില്ല. അല്ല, ഇതെന്റെ ജോലി. എന്ത് ജോലി? പിന്നെ നോക്കണം ജോലിയാ. സത്യം പറയണ